ചരിത്ര പാഠപുസ്തകങ്ങളിൽ ദലിതരെ തെറ്റായി അടയാളപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നടിയും ടെലിവിഷൻ അവതാരകയുമായ മീനാക്ഷി. തൊട്ടുകൂടായ്മ എന്ന പദം തന്നെ ചെറുപ്പം മുതൽ അലോസരപ്പെടുത്തിയിരുന്നു. ദലിതർ തൊട്ടുകൂടാത്തവർ എന്ന തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തണം. ഇക്കാര്യം ആവശ്യപ്പെട്ട നിയമ നടപടികൾ ആലോചിക്കുകയാണെന്നും മീനാക്ഷി വ്യക്തമാക്കുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മീനാക്ഷി ജാതി പിരമിഡ് പഠിക്കുന്നതിനെ പറ്റി FBയിൽ എഴുതിയ കുറിപ്പ് വളരെ വലിയ ചർച്ചയായിരുന്നു. ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത്. അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്നിട്ടൊരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മുൻപത്തെ കാര്യമാണല്ലോ, നടന്നു കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം, അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ്. ഈ ടേംസ് ഒക്കെ ആവശ്യമാണ്. ആരിവരെ എങ്ങനെയാക്കി, ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇങ്ങനെ വേർതിരിവുകളോടുകൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള അറിവായിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ, ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ശരിയായ പഠനം എന്നുള്ളത് നമ്മുടെ റൈറ്റ്സാണ്. അപ്പം അങ്ങനെ കൂടെ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ഇപ്പം നമുക്കത് ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതിനുവേണ്ടി നമുക്ക് കോർട്ടിലുമൊക്കെ പോകാനുള്ള ഇതുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ അച്ഛൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ വാക്കുകളാണ്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന്. തീർച്ചയായും മീനാക്ഷിയുടെ FB പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വേർതിരിവുണ്ടാക്കാൻ സാധ്യതയുള്ള ചരിത്ര പാഠഭാഗങ്ങൾ പഠിപ്പിക്കരുതെന്ന്. അങ്ങനെ സംഗതി തന്നെ പുതിയ ഇങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, ജാതി വേർതിരിവുണ്ടായിരുന്നു എന്ന കാര്യം തന്നെ പഠിപ്പിക്കരുത്. വേറെന്തെല്ലാം പഠിപ്പിക്കാനുണ്ട് ചരിത്രത്തിൽ. തീർച്ചയായും ഇതുപോലെ തന്നെ ഇനിയുള്ള ആളുകളും മുന്നോട്ട് വരട്ടെ അല്ലേ? യെസ്.